നമ്മളിന്ന് നോക്കുന്നത് BCL ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റിലറി അല്ലെങ്കിൽ ഡിസ്റ്റിലറി ആൻഡ് ബിവറേജ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റോക്കിന്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കുന്നു, അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളോ അത് മൾട്ടിപ്ലൈ ആകാനുള്ള സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ വരുൺ ബിവറേജസ് എന്ന് പറയുന്ന സ്റ്റോക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം. 2019-20 സമയത്തിന് ശേഷം അത് 70 ആ റേഞ്ചിൽ നിന്ന സമയത്ത് നിന്ന് ഏകദേശം 460 ആ റേഞ്ചിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 6 to 7 ഇയേഴ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിനകത്തുള്ള ഉണ്ടായ ഒരു മൂവിങ് ഉണ്ടാവാൻ അതുപോലെ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന BCL ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എൻട്രി എടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിനകത്ത് എന്താ സംഭവിക്കുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡിൽ വന്ന് നിൽക്കുകയാണ്. ഒരു 35-28 റേഞ്ച് എന്ന് പറയുന്ന അത്യാവശ്യം റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുള്ള നല്ല സപ്പോർട്ട് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ 2-3 ഫണ്ടമെന്റൽ കാര്യങ്ങളോട് നമ്മൾ പറയാം. ഈ ഒരു സ്റ്റോക്കിന്റെ ഈ ഒരു സെഗ്മെന്റിലുള്ള സ്റ്റോക്കിന്റെ പ്രോഫിറ്റ് ക്വാർട്ടർ വൈസ് ഉള്ള പ്രോഫിറ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 28, 33, 32, 35. അതായത് ഒരു ഡീഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന മാർച്ച് മാസം അവസാനമായപ്പോൾ 26 CR വന്നിരിക്കുന്നത് എങ്കിൽ പോലും അതിന് തൊട്ട് മുമ്പും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ മോശമായിട്ട് പെർഫോം ആവാനായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ആ ഒരു റീസൺ കൊണ്ടാണ് അതിപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ബൈ ആൻഡ് ഡിപ്പാണ്, മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ ഇയർ ഓൺ ഇയർ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് അനലൈസിസ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇയർ ഓൺ ഇയർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഇയർ ഓൺ ഇയർ ആക്ച്വലി ഇത് നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 196, അതായത് 2021, 24, 25, 26 ഈ സമയം വരെ 64, 96, 103, 126. അപ്പോൾ ആ ഒരു രീതിയിൽ അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം അത് ഡെബിറ്റ് എടുത്ത് അത് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല പൊട്ടൻഷ്യലാണ്. ഈ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഈ പറയുന്ന സ്റ്റോക്കിന്റെ ഗ്രോത്തിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഓക്കെ, ഈ പ്രോഫിറ്റ് അവർ മെയിൻറ്റെയിൻ കൃത്യമായിട്ട് ചെയ്യുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒരു വെരി ഹൈക്ക് പ്രോഫിറ്റ് ഒന്നും അല്ല. നോക്കുക, 64, 96, 96, 103, 103, 126 ഉള്ള ഒരു മാന്യമായ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് പോലുള്ള ഒരു മാനിപ്പുലേഷൻ ഒന്നും അല്ല എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം. സോ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ഒരു 84 പോയിരുന്നതാണ്. പല റീസൺ കൊണ്ടും അത് 2024 തൊട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. താഴേക്ക് വന്നതിന് ശേഷം ഇപ്പം അതൊരു ട്രെൻഡ് ലൈൻ 28 എന്ന് പറയുന്ന ലൈനിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ കണ്ടാൽ അറിയാം. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ എപ്പോഴൊക്കെ വന്ന് തട്ടിക്കഴിഞ്ഞാലും ഈ ലൈനിൽ എപ്പോഴൊക്കെ വന്നിട്ട് ഞാൻ സെല്ലിംഗ് പ്രഷറാണ്. ഇവിടുന്ന് ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രഷറാണ്. ഇവിടെ വന്ന് തട്ടി ബെഡാ സെല്ലിംഗ് പ്രഷറാണ്, താഴേക്ക് വന്നു. അടുത്തൊരു അന്ന് ലൈൻ തട്ടി ഹ്യൂജ് റിജക്ഷനോടുകൂടി താഴേക്ക് വന്നു. ഇവിടെയും തട്ടി ഇതേ താഴെ വന്നു, താഴെ പോയിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ വന്ന് തട്ടിയപ്പോൾ ഇവിടെ ഒരു ബൈ പ്രഷർ കാരണം തിരിച്ച് ഇത് കയറിയിട്ടുണ്ട്. 28 മേലോട്ട് ഈ ലൈനിൽ കയറിയിട്ടുണ്ട്. അത് ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പോസിറ്റീവ് ബയേഴ്സിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന 35 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണാണ്. മനസ്സിലായോ? സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയാൻ കാരണം ഇത് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് അറ്റാക്ക് ചെയ്യും, താഴേക്ക് പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഈ ഒരു റേഞ്ച് 28 തൊട്ട് 35 വരെ അത്യാവശ്യം നമുക്ക് വാച്ച് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സാധാരണ ഈ ഒരു ഏരിയയിൽ ഇപ്പം നിലവിലെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഇതൊക്കെ സെല്ലിങ് മോഡലാണ് വന്ന് നിൽക്കുന്നത്. ഈ മോഡൽ വന്ന് നിൽക്കുമ്പോഴും ഈ ഒരു ലൈൻ നമ്മൾ റെഫർ ചെയ്തെടുത്തോളുക. കാരണം ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞത് നല്ലൊരു ബൈ പ്രഷർ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കത്തുള്ളൂ. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് ബയേഴ്സ് അക്യുമുലേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബയേഴ്സ് അക്യുമുലേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഈ ബയേഴ്സ് അക്യുമുലേഷൻ ഒക്കെ കാരണം ഗ്രാജുവലി ഈ ഒരു ലൈനിൽ കൺസോൾട്ടേറ്റ് ചെയ്തതിനു ശേഷം ഇതൊരു അപ്സൈഡ് ട്രെൻഡ് ഗ്രാജുവലി തരും. ഈവൻ ഇവിടെ നിന്ന് താഴേക്കാണെങ്കിലും ഈ ഒരു ലൈനിൽ തീർച്ചയായിട്ടും ഇത് സപ്പോർട്ട് എടുക്കും. അതായത് ഈ ഒരു ബ്രേക്ക്ഔട്ട് ചെയ്ത് നിൽക്കുന്ന ലൈൻ ഇതാണ്. ഈ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിൽക്കുന്ന ലൈനിൽ ഒരു ബൈയിങ് പൊട്ടൻഷ്യൽ ഉണ്ട്.
നല്ലൊരു ബൈയിങ് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നപ്പോൾ തന്നെ താഴേക്ക് തീർച്ചയായിട്ടും പോയത്. അപ്പോൾ ഈ ഒരു റേഞ്ച് ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ലൈനിന് മേളിൽ വന്നു കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ ശേഷം മാത്രമേ ഒരു മൂവ്മെന്റ് പോയിട്ടുള്ളൂ. ഈ ഒരു ലൈനിൽ മേളിൽ വന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ച് ഒരു കൺസോൾട്ടേഷൻ അത്യാവശ്യമാണ്. ഒന്നുകിൽ ബയേഴ്സിന്റെ അക്യുമുലേഷൻ വേണം, അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ അക്യുമുലേഷൻ വരണം. അതിനുശേഷമേ ഒരു മൊമെന്റത്തിൽ എങ്ങോട്ടെങ്കിലും ഒരു മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള അക്യുമുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു അക്യുമുലേഷന് ശേഷം അവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മോസ്റ്റ് പ്രോബ്ലി ഇതിന്റെ പൊട്ടൻഷ്യൽ തന്നെ മുകളിലേക്ക് പോകാനാണ് സാധ്യത. ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ എടുത്ത് അവിടെ വന്ന് അതേ പോയിന്റ് വന്ന് വീണ്ടും റിജക്ഷൻ എടുത്ത്, അതാണ് ഞാൻ പറഞ്ഞത് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയേണ്ട കാര്യം. ഈ ഒരു പോയിന്റിലേക്ക് വന്നു റിജക്ഷൻ എടുത്തു, ഓക്കെ, ദെൻ മുകളിലേക്ക് പോയി വീണ്ടും ബയേഴ്സ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഈ ഒരു പോയിന്റിൽ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് രണ്ടാമത് റീടെസ്റ്റ് ചെയ്ത് നല്ല പൊട്ടൻഷ്യലോട് കൂടിയാണ് കയറി വന്നിരിക്കുന്നത്. ആ പൊട്ടൻഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ വരികയും ചെയ്തു. അപ്പൊ നോക്കേണ്ട ഒറ്റ കാര്യം, ഈ ലൈനിൽ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹയർ ഹൈസ് മേക്ക് ചെയ്തുകൊണ്ട് ഗ്രാജുവലി ചെയ്ത് മുകളിലോട്ട് പോകും. പിന്നെ അതിനകത്ത് എന്തെങ്കിലും മൊമെന്റോ ബെറ്റർ കാര്യങ്ങളും ആ ഒരു സ്റ്റോക്കിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുകളിലോട്ട് പോകും. അത് അത്യാവശ്യം ഒരു മിഡ് ടൈം അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ളവർക്ക്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റും. വെൽത്ത് ക്രിയേഷന്റെ ഭാഗമായിട്ട്, അതല്ലാതെ ഒരു ഇന്നിട്ടിട്ട് അടുത്ത ആഴ്ച റിട്ടേൺ കിട്ടുമെന്നുള്ളതല്ല. ഒരു വെൽത്ത് ക്രിയേഷന്റെ ഭാഗമായിട്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുൺ ബിവറേജിനെ പറ്റി കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എഥനോളിന്റെ മാനുഫാക്ചറിങ്ങിന്റെ ഒരു പ്ലാന്റ് ഓൾറെഡി അവരിപ്പോൾ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് കണ്ടിരുന്നു. യെസ്, എക്സ്പാൻഷൻ. അവിടെ നമ്മൾ പറഞ്ഞില്ലേ ഒരു കടം അല്ലെങ്കിൽ ഡെബിറ്റ് എടുത്ത് ഒരു വർക്ക് ചെയ്യുന്നുള്ള ആ ഡെബിറ്റിൽ പറയാം എക്സ്പാൻഷനകത്ത് വിടുന്നുണ്ട്. എക്സ്പാൻഷൻ വരുമ്പോൾ ഡെബിറ്റ് ഒരു വിഷയമല്ല. അപ്പോൾ the company has commissioned 150 kp KLPD ethanol plant at Bathinda and awaiting the C2 tender process. അതായത് ഈ നമ്മുടെ ഇന്ത്യയിലെ ഈ ഒരു എഥനോളിന്റെ പ്രോസസ്സിങ്ങിന്റെ ഒരു പ്ലാനോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങൾ കമ്മീഷനിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലൊരു ബൂമിങ് എന്തായാലും വരും. ആ ബൂമിങ് നമ്മൾ മുന്നിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു ബൈ റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല. സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ഒരു ബൈ റെക്കമെൻഡേഷനോ ഇന്നടുത്ത നാളെ കിട്ടുമെന്നൊന്നുമല്ല. ഒരു ബൈ റെക്കമെൻഡേഷൻ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സാധ്യതകൾ കൂടുതലാണെന്നുള്ളത്, അല്ലാതെ ഗ്യാരണ്ടി എന്നുള്ളതല്ല. അതിലൊരു സാധ്യതയുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു കമ്പനിയും ഫോർ എക്സാമ്പിൾ ഒരു 7-8 ഇയേഴ്സ് മുന്നേ വരുൺ ബിവറേജസും ഇതേ ഒരു കണ്ടീഷനിലായിരുന്നു. വരുൺ ബിവറേജസ് ഏകദേശം ഇപ്പോൾ 460 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതിന്റെ പൊട്ടൻഷ്യലും ഒരു 7 വർഷം 8 വർഷം മുന്നേ ഇത് തന്നെയായിരുന്നു. 2017-18 സമയങ്ങളിൽ അവിടെ നിന്നാണ് അവർ കയറി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വന്നത്. സോ അതുകൊണ്ട് ഇതൊരു ബൈ റെക്കമെൻഡേഷൻ കാര്യമൊന്നുമല്ല. പഠിച്ചിട്ട് സെൽഫായിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നവരെ ഇത് കൂടുതലൊന്നും സഹായിക്കും. ഇന്ന കാര്യങ്ങൾ അതിന് വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്കതിൽ ഈ ലെവലുകളിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. ഈ ലെവലിൽ താഴേക്കാണെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുമെന്നുള്ളൊരു ധാരണ നമുക്ക് വരും. അതല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചില കുട്ടും കോളോ കൊടുക്കുന്ന ആൾക്കാരുടെ കൂട്ട് കൊടുക്കുകയല്ല. ലെവലുകൾ നോക്കി നമ്മളുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു മൈൻഡ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് അവിടെ കോഷ്യസ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റണം. അതല്ലാതെ വേറെയുള്ള ഡിപ്പെൻഡ് ചെയ്ത് ആക്ഷൻ എടുക്കുന്ന ഒരു സെറ്റപ്പിൽ ട്രേഡിംഗ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റപ്പിലേക്ക് മാറാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ.